ഇപ്പോൾ പ്രൊഫസറിനെ വെട്ടി വീഴ്ത്തിയിട്ട് സേബർ ടൂത്തും ലേഡി ഡെത്ത് സ്ട്രൈക്കും വോൾവറിനെ പിടിച്ചിട്ടിരിക്കുന്ന ആ ഗ്ലാസ് കൂടി പൊട്ടിച്ച് വോൾവറിനെ പുറത്തെടുക്കുകയാണ്. എന്നിട്ട് സേബർ ടൂത്തും ലേഡി ഡെത്ത് സ്ട്രൈക്കും ഒന്നിച്ച് നിന്ന് വോൾവറിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിലും നമ്മുടെ വോൾവറിൻ അവരെ രണ്ടുപേരെയും അടിച്ചു തോൽപ്പിച്ച് ആ മുറിയിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. മാത്രമല്ല തൻ്റെ നേർക്ക് പിന്നീട് വന്ന അവിടെയുള്ള പ്രൊഫസറിൻ്റെ ആളുകളെ മുഴുവൻ വെട്ടിക്കൊല്ലുകയാണ് വോൾവറിൻ. ഇതേ സമയം ആ പ്രൊഫസറിനെയാണ് കാണിക്കുന്നത്. പുള്ളി മരിച്ചിട്ടില്ല. അവിടെ ഇപ്പോൾ ഡെഡ് പോളും ഒമേഗ റെഡും വന്നിട്ടുമുണ്ട്. അങ്ങനെ ഇപ്പോൾ പ്രൊഫസറിന് എന്താണ് സംഭവിച്ചതെന്ന് ഡെഡ് പോളും ഒമേഗ റെഡും സേബർ ടൂത്തിനോടും ലേഡി ഡെത്ത് സ്ട്രൈക്കിനോടും ചോദിച്ചതും അപ്പോൾ തന്നെ സേബർ ടൂത്ത് പാവം നമ്മുടെ പ്രൊഫസറിനെ വെട്ടി വീഴ്ത്തിയത് വോൾവറിനാണെന്നും പരിക്ക് പറ്റി വീഴുന്നതിന് മുമ്പ് പ്രൊഫസർ പറഞ്ഞത് വോൾവറിനെ നമ്മൾ കൊല്ലണമെന്നാണെന്നും സേബർ ടൂത്ത് ഡെഡ് പോളിനോടും ഒമേഗ റെഡിനോടും പറയുകയാണ്. ഇപ്പോൾ സേബർ ടൂത്ത് പറഞ്ഞത് ഡെഡ് പോളിനും ഒമേഗ റെഡിനും വലിയ വിശ്വാസമൊന്നും ആകുന്നില്ല. പക്ഷെ അവരെല്ലാം വോൾവറിനെ എന്തായാലും ഒന്നിച്ചു നിന്ന് കൊല്ലാമെന്ന് തീരുമാനിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ വോൾവറിൻ നമ്മുടെ ബ്രൂസിനെ പിടിച്ചിട്ടിരിക്കുന്നിടത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് ബ്രൂസിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ നോക്കിയാണ് വോൾവറിൻ.